ഹായ് ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇത് തലേന്ന് നമ്മൾ അത്യാവശ്യം നല്ല പോലെ വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കച്ചറ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ദിവസം നമ്മളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള അവസ്ഥ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ, ആലോചിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസം നമ്മൾ കുറച്ചൊക്കെ പണിയെടുത്താലും കുറച്ച് നല്ലോണം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു എന്തൊക്കെയൊക്കെ ഒരു പോലെ കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും നമ്മൾ കുറേ ദിവസം നമ്മളെ വീട്ടിൽ പോയി വന്നാൽ തിരിച്ച് വരുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഇതാ രാവിലെ ഞാൻ ചായക്കുള്ള വെള്ളം തന്നെ വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ പെട്ടെന്നായാൽ നമുക്ക് ആ ഒരു കാലി ചായ കുടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ തലേന്ന് ചോറും കാര്യങ്ങളൊക്കെ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ ഒരു കൈപ്പാട്ടയിൽ പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ചൂടാക്കാൻ വെച്ചു. അങ്ങനെ അത് അവിടുന്ന് റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ്. അപ്പം നമ്മൾ പുട്ടും പൊടിയൊക്കെ തലേന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ പുട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ആ ഒരു പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ജസ്റ്റ് ഇമോജി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ പൊടി നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് നല്ലപോലെ തിളപ്പിച്ചാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ പുട്ടുംപൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആദ്യം തന്നെ വെള്ളം കുറച്ച് തോനെ ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും വന്നിട്ട് പൊടി നല്ലപോലെ കുഴച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ തൂക്കിൽ പുട്ട് ചുടാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഞാൻ വേഗം പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പൊടിയല്ല, അപ്പോൾ ഏലക്കാപ്പൊടിയും അതൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ചായ കാച്ചുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് വെള്ളമൊക്കെ നല്ല പോലെ പൊടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമ്മൾ ആ ഒരു പാകത്തിനാക്കിയെടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ. അങ്ങനെ ഇതാ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറ്റി ആദ്യം തന്നെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ഓരോ ഇതായിട്ട് പുട്ട് തേങ്ങയും പിന്നെ പുട്ടും പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഓരോ തരായി പുട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മോനക്കുള്ള പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പഴം എടുത്തിട്ട് അത് കട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടുന്ന് കുക്കായിക്കോളും. അപ്പോഴേക്കും ഇതാ നമ്മൾ ഒരു തരായി പുട്ട് റെഡി ആയിട്ട്. പുട്ടിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങളധികം എല്ലാവർക്കും ഇഷ്ടം പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ പുട്ട് അധികം ഇഷ്ടമുള്ളത്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ കറി ഉണ്ടെങ്കിൽ കറിയും കൂട്ടിയും കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പഞ്ചസാര കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ ആ ഒരു കാലിച്ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ നമ്മളെ പുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ തരായിട്ട് ചുട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതാ പായൊക്കെ പുഴുങ്ങിയത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ കൊലായിൽ വന്ന് ചായ കുടിക്കുകയാണ് കാലിച്ചായ. അപ്പോഴാണ് കിളി നമ്മളെ പീനട്ട് ബട്ടറൊക്കെ ഇത് ബുൾബുളാ തോന്നുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നേരത്തെ കാണിച്ചത് ബുൾബുൾ എന്ന് പറയുന്ന ഒരു കിളി ഉണ്ടല്ലോ, അത് എന്താ പീനട്ട് ബട്ടർ നല്ലപോലെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കിളികളൊക്കെ കഴിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇപ്പോഴത്തെ നമ്മളെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് നിപ്പയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ ഒരുങ്ങാണ്. അപ്പം ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ചെറിയ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ പിന്നെ പുട്ടും കാര്യങ്ങളൊക്കെ ചെറിക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ അവിടെ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ.
അങ്ങനെ എന്താ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുട്ട് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നെയ്നോക്ക് ആദ്യം കൊടുത്താൽ ആ ഒരു പരിപാടി കഴിയുമല്ലോ. അങ്ങനെ എന്താ ചെറി പോയി ഞങ്ങൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, അത്യാവശ്യം നല്ല പോലെ പുല്ല് നിറഞ്ഞിട്ടുണ്ട്, ഒരു കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറേ ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ മഴ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല പോലെ പുല്ല് നിറയും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ശരിക്കും നമുക്കൊരു പ്ലാനിങ് വേണം കേട്ടോ. ഇങ്ങനത്തെ പുല്ലൊക്കെ പറിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്താ പറയുക, ഇന്ന് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ആവും അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാനേ എനിക്ക് കഴിയുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ നമുക്കൊരു ബോധം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു തീരുമാനം എടുത്താൽ നമ്മളെ പണി എന്തായാലും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയും കേട്ടോ. പിന്നെ എനിക്ക് നെയ്ന് ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവളിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പിന്നെ അവളെ ശ്രദ്ധിക്കണം, അങ്ങനെ ഓരോരോ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കട്ടെ. എന്നും നമ്മൾ ഡെയിലി അടിച്ചാരുമ്പോൾ നമുക്ക് ശരിക്കും പുല്ല് പറിച്ച് പോയാൽ മതി കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് എനിക്കത് കഴിയൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെറിയ മോളുണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുറ്റടിച്ചാറിലൊക്കെ ഒരു എന്താ പറയുക, ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചാരി അങ്ങനെ അവിടെ പോവലായിരിക്കും. അല്ലെങ്കിൽ അവൾ ഉണ്ടാകുമ്പോൾ ഒന്നും കഴിയൂല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് മോളെ മുറ്റത്തേക്ക് ഇറക്കാനോ അങ്ങനെയൊന്നും കഴിയൂല കേട്ടോ. പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അവളെ നോക്കാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല പുല്ല് നിറഞ്ഞത്. ഒന്നാമത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, അതാണ്. അങ്ങനത്തെ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ചിട്ട് ഫുള്ള് എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എനിക്കാണെങ്കിൽ ബാക്ക് പെയിനും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ചൊന്ന് കംപ്ലീറ്റ് ആക്കി അത്രയും സമാധാനം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ ആ തല മുതൽ ഈ തല വരെ ഞാൻ ക്ലീനാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഒന്നാമത് ഇത്രയും എന്താ പറയുക നല്ല പോലെ കാട് വരാൻ കാരണം മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് കുറച്ച് നാൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോയപ്പോൾ എക്സാമായി, പിന്നെ മോനിക്ക് വയ്യാതായി, അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് ഇത്രയും തോനെ പുല്ല് നിറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഭാഗം ക്ലീൻ ആക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു മനസ്സിക്കൊരു സമാധാനമല്ലേ. കാരണം നമ്മൾ ഇത്ര കാര്യങ്ങളും ഇന്ന് ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ അത്രയും ഭാഗം ക്ലീൻ ആക്കിയതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ. ഇനി ബാക്കിയുള്ള ഏരിയയും കൂടി ക്ലീൻ ആക്കുമ്പോഴേ ഒരു എന്താ പറയുക സന്തോഷവും കാര്യങ്ങളും. ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരാഴ്ചത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ തൊലി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പിട്ടാൽ മിക്സിയിൽ നല്ല പോലെ ഇതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജിൽ കേട് കൂടാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണയും ചെറിയ ഉപ്പ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചാലും അങ്ങനെ കേട് വരില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.